നമസ്കാരം. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കേരളത്തിലെ കത്തി നിന്ന വിഷയമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് മലയാളികളുടെ മൊത്തത്തിലുള്ള വലിയൊരു വികാരമാണ്. അവിടെയാണ് ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള നടന്നത് എന്നുള്ള വാർത്ത മലയാളികളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ നടക്കാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇത് ഇടതുമുന്നണിക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറും എന്നുള്ള വാർത്തകളും പുറത്തു വന്നതോടെ ഇടതുമുന്നണി വല്ലാത്ത ആശങ്കയിലായിരുന്നു. പലപ്പോഴും ആളുകൾക്ക് വീടുകളിൽ ചെന്ന് വോട്ട് ചോദിക്കാനും പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദമുണ്ടാകുന്നത്. ഇപ്പോൾ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ വരുന്നൊരു ചോദ്യമുണ്ട്, സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം ഇപ്പോൾ ഏതുവരെ എത്തിയെന്ന്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശക്തമാകുന്നതിന് മുമ്പ് ദിവസവും റെയ്ഡുകൾ, അറസ്റ്റുകൾ, അതുപോലെ കോടതി നടപടിക്രമങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചു പോകും, പ്രത്യേക അന്വേഷണ സംഘം ഇതൊന്നും തന്നെ അന്വേഷിക്കുന്നില്ലയോ എന്ന്. കാരണം ഒരു വിവരവും അറിയുന്നില്ല. കോടതി 1 മാസം സമയം കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും പ്രത്യേകമായ എന്തെങ്കിലും അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സന്നിധാനത്ത് ഇത്രയധികം സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തത് ആരാണെന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ ആരാണ് ഈ ശബരിമലയിൽ നിലവിലെ ദേവസ്വം ബോർഡ് ഉന്നതർക്കും മുകളിൽ മറ്റു ചിലരുണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ കോടതി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചിരുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് ഇനിയും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും എൻ വാസുവാണെങ്കിലും പത്മകുമാറാണെങ്കിലും ഒക്കെ തന്നെ അവരെല്ലാവരും വിരലിച്ചു കൊണ്ടുന്നത് ഇതിലെ കടകംപള്ളി ബന്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം ശബരിമലയിൽ ലഭിച്ചതിൻ്റെ പിന്നിലെ പ്രധാന ശക്തി കടകംപള്ളി സുരേന്ദ്രനുമായി അയാളുടെ ബന്ധം തന്നെയാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടും ഇനിയും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ അവരുടെ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നു എന്നാണ്. അതായത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അടുത്ത 9-11 തീയതികൾ വരെയെങ്കിലും ഇപ്പോൾ ഈ ശബരിമലയെ ബന്ധപ്പെട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം മന്ദഗതിയിലാക്കിയതായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. അതിനുശേഷം മാത്രം ഇനി ഈ വിഷയത്തിൽ തൊട്ടാൽ മതി എന്നാണ്. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇപ്പോൾ കത്തി നിൽക്കുന്നുണ്ട്. അത് അടുത്ത ആഴ്ചയും കൂടെ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആളുകൾ ഇതിൽ നിന്ന് അതിലേക്ക് ശ്രദ്ധ മാറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ളൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. പക്ഷേ ഇവിടെ വളരെ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായാൽ കോടതിയുടെ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടാകുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് 1 മാസം സമയം കൂടി നീട്ടിക്കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് സാവകാശം ഇനി അന്വേഷണം നടത്താം. ഈ നിലവിൽ ജയിലിലുള്ള ആളുകളൊക്കെ തന്നെ അവിടെ തുടരാൻ തന്നെയാണ് സാധ്യത. പിന്നീടായിരിക്കും ഒരുപക്ഷെ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നത്. ദേവസ്വം ബോർഡിലെ കുറേ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു വലിയ സ്വർണ്ണക്കൊള്ള, ശബരിമല പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണ എല്ലാ ഇത്തരത്തിൽ കട്ടുകൊണ്ട് പോകാൻ അവിടുത്തെ സാധാരണ ജീവനക്കാർ വിചാരിച്ചാൽ സാധിക്കുകയില്ല എന്നുള്ള ഹൈക്കോടതി നിരീക്ഷണം നമ്മൾ ഓർക്കുക. ഇപ്പോൾ അറസ്റ്റിലായവർക്ക് മുകളിലുള്ള ആളുകൾ, അതായത് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ എന്താണ് പങ്കുള്ളതെന്ന് അന്വേഷിക്കണം. അതിനെന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും അന്വേഷിക്കുന്നത്. മാങ്കൂട്ടത്തിലിൻ്റെ മറവിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാനാണോ ഇപ്പോൾ ഈ സർക്കാർ ശ്രമിക്കുന്നത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും അവർക്ക് മേൽ ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആളുകൾ വെളിപ്പെടുത്തിയ വസ്തുതകൾ അതൊരു പക്ഷേ വളരെ ഉന്നതരിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ അറസ്റ്റിലായ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അവർക്കെല്ലാമുള്ള ഈ കടകംപള്ളി ബന്ധം, ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവരുടെ എല്ലാം മേലുള്ള ഈ ഒരു ആധിപത്യം, ഇയാൾ നടത്തിയിട്ടുള്ള ഈ കൊള്ളകൾ, അതുപോലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു വിഷയം ഉയരുന്നുണ്ട്. ഈട് ഇക്കാര്യം അന്വേഷിക്കാൻ പോവുകയാണ്. ഇതെല്ലാം തന്നെ CPM നേതൃത്വത്തെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ ഈ ഒരു അന്വേഷണം ഇത്തരത്തിൽ ഒന്ന് ചവിട്ടി പിടിക്കുന്നത് എന്ന് സ്വാഭാവികമായും ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. പക്ഷേ ഹൈക്കോടതി അവിടെ ഉണ്ട്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുക എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്.